This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ ഉയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ ഉയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ, ടാൻജിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ
യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവനീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 29 എപ്പിസോഡുകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം വരെ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ നാം വ്യക്തമായി പഠിച്ചു. പാപവും പാപത്താലുണ്ടായ നിത്യമരണവും ദൈവജീവൻ ഇല്ലാത്ത അവസ്ഥയുമാണ് മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ. പാപത്തെ മോചിച്ച് മരണത്തെ ജയിച്ച് ദൈവജീവങ്ങളിലേക്ക് മടങ്ങി വരുവാൻ എല്ലാ മനുഷ്യരും അത്യുത്ഥാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ തിരുവചനം പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവർത്തികളാലും അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം തുടങ്ങി ദൈവം തൻ്റെ കരുണയാലും കൃപയാലും യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം ഒരുവനെ സൗജന്യമായി നീതീകരിക്കുകയാണ്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് യാഗത്തിൽ വിശ്വസിക്കുന്നവർ, യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കാക്കുകയാണ്. വിശ്വാസത്താൽ നീതി പ്രാപിച്ച് ഒരുവൻ ദൈവത്തിൻ്റെ നീതിമാനായി തീരുന്നത് 4-ാം അധ്യായത്തിലൂടെ നാം പഠിച്ചു കഴിഞ്ഞു. 5-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ ദൈവനീതി പ്രാപിച്ചതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവകൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ മുഖാന്തരം ഏറ്റവും അധികമായി ജീവനിൽ വാഴുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒരു വാഴ്ചയുണ്ട്. എങ്ങനെയാണ് വാഴാൻ കഴിയുന്നത്? ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവനീതി എന്ന ദാനത്തിൻ്റെ സമൃദ്ധിയും ലഭിക്കുമ്പോൾ ഈ ജീവനിൽ അവൻ വാഴ്ച ആരംഭിക്കുകയാണ്. ദൈവകൃപയുടെ സമൃദ്ധിയെക്കുറിച്ചും ദൈവനീതി എന്ന ദാനത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വ്യക്തമായി ഗ്രഹിച്ച കാര്യമാണ്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ അനന്തര ഫലങ്ങളുടെ മീതെയെല്ലാം അവന് വാഴുവാനുള്ള അധികാരമാണ് ഈ ദൈവകൃപയാലും ദൈവിക നീതി എന്ന ദാനത്താലും അവൻ പ്രാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ മരണത്തിൻ്റെ മീതെയുള്ള നമ്മുടെ വാഴ്ചയെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. ഈ എപ്പിസോഡിൽ പാപത്തിൻ്റെ മീതെയുള്ള വാഴ്ചയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോവുകയാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ പാപമോചനം മാത്രമല്ല, പിന്നെയോ പാപത്തിൻ്റെ മീതെയുള്ള ജയവും അധികാരവും കൂടെയാണ്. ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ്റെ പാപങ്ങൾക്ക് മോചനം വന്നിരിക്കുകയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലും യേശുക്രിസ്തുവിൻ്റെ ശരീരത്താലുമാണ് അവൻ്റെ പാപങ്ങൾക്ക് മോചനം വന്നിരിക്കുന്നത്. യേശുവിൻ്റെ രക്തം ഒരുവൻ്റെ ജീവന് മറുവിലയായി തീരുകയും യേശുവിൻ്റെ രക്തം അവൻ്റെ പാപങ്ങളുടെ വിമോചനമായി തീരുകയും ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ ശരീരത്തിൽ പാപം വഹിച്ച് യേശുവിൻ്റെ ശരീരത്തിൽ ശിക്ഷ അനുഭവിച്ചതുകൊണ്ട് ഇനി അവന് പാപത്തിന് ശിക്ഷയില്ല. അങ്ങനെ യേശു കർത്താവിൻ്റെ രക്തത്താലും ശരീരത്താലും ഒരുവൻ്റെ പാപങ്ങൾ നിത്യമായി മോചിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ചെയ്ത പാപങ്ങൾ മാത്രമല്ല, ഇന്ന് ചെയ്ത പാപങ്ങൾ മാത്രമല്ല, ഇനി ചെയ്യുവാനിരിക്കുന്ന പാപങ്ങളുടെ മോചനവും കൂടെ യേശുവിൻ്റെ രക്തത്താൽ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കണം.
ഇന്ന് പാപം ചെയ്തു പോയാൽ എന്ത് ചെയ്യണം? എബ്രായ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനായ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് പിതാവിൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് അവൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് അവൻ്റെ ശരീരത്തിലൂടെ, ശരീരമെന്ന പുതുവഴിയിലൂടെ ദൈവകൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു വന്ന് ദൈവ കരുണയും കൃപയും ചോദിച്ച് പാപങ്ങൾക്ക് മോചനം വരുത്തുവാൻ, ശുദ്ധീകരണം വരുത്തുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു വരണം. അവിടെ കരുണ പറഞ്ഞിരിക്കുന്നത് മുൻകാല പാപങ്ങളുടെ മോചനത്തിനു വേണ്ടിയാണ്. ചെയ്തു പോയ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുവാൻ തത്സമയത്ത് കൃപാസനത്തിൻ്റെ മുമ്പാകെ ഓടി വരണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെ അനുദപിച്ച് അവകളെ ഏറ്റുപറയുമ്പോൾ യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം നിങ്ങൾ വീണ്ടും അവകാശമാക്കുകയാണ്. എന്നാൽ പാപം ചെയ്ത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് വീണ്ടും മടങ്ങിപ്പോയി പാപം ചെയ്ത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ഇങ്ങനെ പാപത്തിൻ്റെ ചെളിയിൽ കുഴഞ്ഞു കിടക്കുന്നതല്ല യഥാർത്ഥമായിരിക്കുന്ന ആത്മീയ ജീവിതം. റോമാലേഖനം 6-ാം അധ്യായം വളരെ വ്യക്തമായി പറയുന്നത്, ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. നാം ഇനി പാപം ചെയ്യരുത് എന്ന് വചനം അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുകയാണ്. പാപത്തിൽ വീണു പോയാൽ അതിനുള്ള പരിഹാരം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ രക്തത്താലും ശരീരത്താലും ദൈവം നിത്യമായി നിർവഹിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ശരീരയാഗത്താൽ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ മോചനവും മനുഷ്യവർഗം പാപം ചെയ്തതിൻ്റെ ശിക്ഷയും ദൈവം നടത്തിക്കഴിഞ്ഞു. മാത്രമല്ല, പാപത്തിൻ്റെ ശക്തിക്കുള്ള ന്യായവിധിയും ദൈവം യേശുവിൻ്റെ ക്രൂശിൽ നിവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ ലോകത്തിൽ പാപത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പാപത്തിൻ്റെ സാന്നിധ്യത്തെ പൂർണ്ണമായും ഈ ലോകത്തിൽ നിന്ന് കർത്താവ് നീക്കം ചെയ്തിട്ടില്ല. അത് നീക്കം ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലാണ്. രണ്ടാമതായി, നമ്മുടെ ശരീരം പാപത്തിൻ്റെ മൂലകങ്ങളാൽ നിറയ്ക്കപ്പെട്ടതാണ്. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിച്ചിരിപ്പില്ല. ഇത് പാപത്തിൻ്റെ മൂലകങ്ങളാൽ നിറയ്ക്കപ്പെട്ട ഒരു ശരീരമായതുകൊണ്ട് പാപം ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമതായി, പാപത്തിൻ്റെ ശക്തി ഇന്നും ഈ ലോകത്തുണ്ട്. അതായത് ഏത് പാപത്തിൻ്റെയും പിറകിൽ അതിൻ്റേതായിരിക്കുന്ന ദുരാത്മാക്കളുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ പാപത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ, അഥവാ നമ്മുടെ പഴയ മനുഷ്യനെ തൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി എല്ലായ്പ്പോഴും സ്വാധീനിക്കുന്നുണ്ട്. അതായത് പാപത്തിൻ്റെ സാന്നിധ്യവും പാപത്തിൻ്റെ മൂലകങ്ങളാൽ നിറയ്ക്കപ്പെട്ട ശരീരവും പാപത്തിൻ്റെ ശക്തിയും ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ട് പാപം ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് നീതിമാന്മാരാക്കപ്പെട്ട ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും പാപത്തിൽ വീഴുവാനുള്ള സാധ്യത വളരെ അധികമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ വചനം പറഞ്ഞിരിക്കുന്നത് ഒരു നാളും പാപം ചെയ്യരുത്. പാപം ചെയ്യാതിരിപ്പാനുള്ള പ്രതിവിധിയും കൂടെ ദൈവം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിവർത്തിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് മുന്നമേ പറഞ്ഞിട്ടുണ്ട്, സുവിശേഷം എന്നാൽ പാപങ്ങളുടെ മോചനം മാത്രമല്ല, പാപത്തിൻ്റെ മേലുള്ള ജയവും കൂടെയാണ്.
അതെങ്ങനെയാണ് ദൈവം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിവർത്തിച്ചത്? റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? നാം പാപത്തിന് മരിച്ചവരാണ്. നാം പാപത്തിന് മരിച്ചവരായതുകൊണ്ട് ഇനി നമുക്ക് പാപത്തിൽ തുടരുവാൻ കഴിയത്തില്ല. 6-ാം വാക്യം കൂടെ വായിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ വ്യക്തമായ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നാം പാപത്തിന് മരിച്ചവരായിരിക്കുന്നു. ഇവിടെ നാം തിരിച്ചറിയേണ്ട വലിയൊരു ആത്മീയ സത്യം, യേശുക്രിസ്തു നമ്മുടെ പകരക്കാരൻ എന്ന സത്യമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ സബ്സ്റ്റിറ്റ്യൂട്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നമുക്ക് പകരമുള്ള മരണമാണ്. യേശുക്രിസ്തുവിൻ്റെ അടക്കവും പുനരുത്ഥാനവും എല്ലാം നമുക്ക് പകരമാണെന്ന് നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിനോട് കൂടെ ദൈവം നമ്മെയും ക്രൂശിച്ചു. നാമും അവൻ മരിച്ചപ്പോൾ പാപത്തിന് മരിച്ചവരായി തീർന്നു. നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്ററെ, ഞാൻ ഇപ്പോഴാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടുവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്? വ്യക്തമാക്കാം. എനിക്ക് നിങ്ങളോട് ഒരു മറുചോദ്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ അവനെ ക്രൂശിച്ചപ്പോൾ അവൻ്റെ ഇടത്തും വലത്തുമായി ഓരോ കള്ളന്മാരെയും കൂടെ ക്രൂശിച്ചിരുന്നു എന്ന് വചനം പറയുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് അതിൽ വിശ്വാസമില്ല. അതായത് യേശുക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തുമുള്ള ക്രൂശിൽ ഓരോ കള്ളന്മാരെയും കൂടെ ക്രൂശിച്ചു എന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്നോട് പറയും, എൻ്റെ പാസ്റ്ററെ, പോയി വേദപുസ്തകം വായിക്കുക, പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. യെസ്, അതാണ് എൻ്റെയും മറുപടി. പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ നിങ്ങളും അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ഇടത്തും വലത്തുമുള്ള ക്രൂശിൽ ഓരോ കള്ളന്മാരെ ക്രൂശിച്ചത് എത്രമാത്രം യാഥാർത്ഥ്യമായിരിക്കുന്നുവോ അതുപോലെ യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ പഴയ മനുഷ്യനെയും ദൈവം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിച്ചു എന്ന സത്യം. ഈ സത്യം നിങ്ങളുടെ അകത്ത് വെളിപ്പാടായി തീരുമ്പോഴാണ് ഈ ആത്മീയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാകാൻ വേണ്ടി പോകുന്നത്. ഞാൻ വ്യക്തമാക്കാം. യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ആദാമ്യ വർഗത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനുള്ള പരിഹാരവും പാപത്തിൻ്റെ ശക്തിയെ തകർത്ത് ദൈവജനത്തിന് പാപത്തിൻ്റെ മീതെ ആത്യന്തികമായ ജയവും കൊടുക്കാൻ വേണ്ടിയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൽ 45-47 വാക്യങ്ങളിലെ ചില ആത്മീയ കാര്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 45-ാം വാക്യത്തിൽ, 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. അവിടെ 1-ാമത്തെ ആദം എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ തുടക്കക്കാരനായ 1-ാമത്തെ ആദമാണ്. അവിടെ ഒടുക്കത്തെ ആദാം എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അപ്പോൾ 1-ാമത്തെ ആദാമും ഒടുക്കത്തെ ആദാമും. യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്, ആദാമ്യ സന്തതികൾക്ക് പകരക്കാരനായി വന്നു. ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ പുത്രൻ്റെ മേൽ ചുമത്തി ന്യായം വിധിക്കുക മാത്രമല്ല,
സകല മനുഷ്യവർഗത്തെയും തൻ്റെ പുത്രൻ്റെ മേൽ ആക്കി വെച്ചു. കാരണം യേശുക്രിസ്തു സകല മനുഷ്യവർഗത്തിനുമുള്ള പകരക്കാരനാണ്. ആ യേശുക്രിസ്തുവിനോട് കൂടി ആദാമ്യ പാരമ്പര്യം അവസാനിച്ചു. യേശു ഒടുക്കത്തെ ആദാമായി. ഇപ്പോൾ ഞാനും നിങ്ങളും ആദാമിൻ്റെ പാരമ്പര്യത്തിലല്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. ഇനി 47-ാം വാക്യത്തിൽ, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ആദമിനെ ഒന്നാമത്തെ മനുഷ്യനായി പറഞ്ഞിട്ട് അവിടെ രണ്ടാമത്തെ മനുഷ്യനായി പറയുന്നത് കയീനെ അല്ല, ഹാബേലിനെ അല്ല, ഷേത്തിനെ അല്ല, ഹാനോക്കിനെ അല്ല, നോഹയല്ല, പിന്നെ യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവാണ് രണ്ടാമത്തെ മനുഷ്യൻ. അതായത് ആദം തുടങ്ങി യേശുക്രിസ്തു വരെയുള്ള സകല മനുഷ്യവർഗത്തിൻ്റെയും പകരക്കാരനായ യേശുവിനെ കണ്ട് യേശുവിൽ സകല മനുഷ്യരെയും കൊണ്ടുവന്ന് പാപത്തിൻ്റെ ന്യായവിധി ദൈവം നടത്തുകയും അതിനുശേഷം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിനെ രണ്ടാമത്തെ മനുഷ്യനായി കാണുകയും ചെയ്യുകയാണ്. അതായത് ആദാം ഒന്നാമത്തെ മനുഷ്യൻ, യേശുക്രിസ്തു രണ്ടാമത്തെ മനുഷ്യൻ. ഇനി ദൈവം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യവർഗത്തെയും കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിലാണ്. ഇതാണ് ആത്മീയ സത്യം, ഇതാണ് ക്രൂശിൻ്റെ ശ്രേഷ്ഠമേറിയ സത്യം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തുമുള്ള ക്രൂശിൽ ഓരോ കള്ളന്മാരുടെ ക്രൂശീകരണം എത്രമാത്രം യാഥാർത്ഥ്യമായിരിക്കുന്നുവോ അതുപോലെ യാഥാർത്ഥ്യമാണ് എൻ്റെയും നിങ്ങളുടെയും പഴയ മനുഷ്യൻ്റെ ക്രൂശീകരണവും മരണവും. അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ മരിച്ചവൻ പാപത്തിന് മരിച്ചവനായിരിക്കുന്നു. നിങ്ങൾ പാപത്തിന് മരിച്ചവനാണ്. ഇതാണ് ആത്മീയ സത്യം. എങ്ങനെയാണ് ഈ ചരിത്ര സത്യം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വെളിപ്പെടുക എന്നത് അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിറ്റിച്ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും
മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്കതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ, നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ, നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ